കള്ളപ്പണം പിടിക്കാനെന്ന പേരിൽ അർദ്ധരാത്രി നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് സാധാരണക്കാരനെ തെരുവിലിരുത്തിയവർക്ക് ഇന്ന് ഉത്തരമില്ല. സ്വിസ് ബാങ്കിലെ കള്ളപ്പണം ഇന്ത്യയിലെത്തിച്ച് ഓരോ പൗരന്റെയും അക്കൗണ്ടിൽ 15 ലക്ഷം നൽകുമെന്ന് വീമ്പിളക്കി അധികാരത്തിലെത്തിയവർ ഇന്ന് സാധാരണക്കാരന്റെ അക്കൗണ്ടിലുള്ള പണം പോലും നൽകാതെ അവനെ കൊണ്ട് അസ്ഥികൂടം ചുമപ്പിക്കുകയാണ്. നോക്കുക, ഒഡീഷയിലെ ജിത്തു മുണ്ടയെ സഹോദരിയുടെ അക്കൗണ്ടിലെ തുച്ഛമായ 19,300 രൂപ പിൻവലിക്കുവാൻ ബാങ്ക് അധികൃതർക്ക് മുന്നിൽ ആ സഹോദരിയുടെ അസ്ഥികൂടം തന്നെ ഹാജരാക്കേണ്ടി വന്ന ഗതികേട്. പെട്രോൾ വില കുറയ്ക്കുമെന്ന് പറഞ്ഞ് അധികാരത്തിലേറിയവർ ഇന്ന് ജനങ്ങളെ കൊള്ളയടിക്കും. കോർപ്പറേറ്റുകളുടെ ലക്ഷക്കണക്കിന് കോടികൾ എഴുതി തള്ളുവാൻ കാണിക്കുന്ന ഈ ആവേശം എന്തേ ഈ പാവപ്പെട്ടവന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല? അമേരിക്കൻ സാമ്രാജ്യത്വ ശക്തികൾക്കും അദാനിമാർക്കും അംബാനിമാർക്കും അടങ്ങുന്ന കോർപ്പറേറ്റ് കുത്തകകൾക്കും വേണ്ടി ചുവപ്പ് പരവതാനി വിരിക്കുന്ന ഈ ഭരണകൂടം ഇന്ത്യയിലെ സാധാരണക്കാരനെ വെറും അടിമകളായി മാറ്റുകയാണ്. ഡിജിറ്റൽ ഇന്ത്യയെന്നും വായ്ത്താരി മുഴക്കുമ്പോൾ മറുവശത്ത് വിശപ്പും ദാരിദ്ര്യവും മൂലം മനുഷ്യൻ തെരുവിലലയുന്നു. ഇന്ത്യയെ കട്ടുമുടിച്ച് വിദേശത്തേക്ക് മുങ്ങുന്ന വമ്പൻ സ്രാവുകളെ പിടിക്കുവാൻ നിയമത്തിന് കൈകളില്ല. എന്നാൽ ബാങ്ക് അക്കൗണ്ടിലെ പണത്തിന് വേണ്ടി അസ്ഥിക്കൂടവുമായി നിൽക്കുന്ന ഈ ദൃശ്യം ലോകത്തിന് മുന്നിൽ ഇന്ത്യയെ നാണം കെടുത്തുകയാണ്. ഒടുവിൽ ഈ സംഭവം വാർത്തയായി വന്നതോടെ അധികൃതർ ഉണർന്ന് പ്രവർത്തിച്ചു. അതുകൂടി പറയാം. ബാങ്ക് ഉദ്യോഗസ്ഥർ നേരിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആ തുക കൈമാറി. കൂടാതെ റെഡ് ക്രോസ് ഫണ്ടിൽ നിന്ന് സഹായവും ലഭ്യമാക്കി. നല്ല കാര്യം. എങ്കിലും പ്രിയപ്പെട്ടവരുടെ അസ്ഥികൂടമായി ബാങ്ക് വരാന്തയിൽ നിൽക്കേണ്ടി വന്ന ആ സഹോദരന്റെ ചിത്രം നമ്മുടെ വ്യവസ്ഥിതിയുടെ മുഖത്തേറ്റ കനത്ത പ്രഹരമാണ്. ഒരു പാവപ്പെട്ട മനുഷ്യന് തൻ്റെ അവകാശപ്പെട്ട തുക ലഭിക്കുവാൻ ഇത്രയേറെ ഹൃദയഭേദകമായ വഴി തിരഞ്ഞെടുക്കേണ്ടി വരുന്നത് ലജ്ജാകരമാണ്. ഇനിയെങ്കിലും സാധാരണക്കാരൻ്റെ വേദനകൾ കാണാൻ നമ്മുടെ നിയമങ്ങൾക്കും അധികൃതർക്കും കണ്ണുണ്ടാകട്ടെ. ജനങ്ങളെ വിഭജിച്ചും വർഗീയത വിളമ്പിയും അധികാരത്തിൽ തൂങ്ങുന്നവർ അറിയുക, ഈ അസ്ഥികൂടങ്ങൾ നാളെ നിങ്ങൾക്കെതിരെ സംസാരിക്കും. നീതി നിഷേധിക്കപ്പെടുന്ന ഓരോ ഇന്ത്യക്കാരൻ്റെയും രോക്ഷം ഈ ഭരണകൂടത്തിൻ്റെ ചീട്ടുകൊട്ടാരങ്ങളെ